ഹായ് ഓൾ, എല്ലാവരും എന്ത് പറയുന്നു? സുഖമായിട്ടിരിക്കുന്നോ? അതെ, ഇതൊരു ഫ്രൈഡേയിലെ വീഡിയോ ആണ് കേട്ടോ. ആക്ച്വലി ഫ്രൈഡേ ആയതുകൊണ്ട് മക്കൾക്കൊന്നും സ്കൂളിൽ പോകണ്ടല്ലോ. പക്ഷെ എനിക്ക് ഡ്യൂട്ടി ഉണ്ട്. രാവിലെ പുട്ടും പഴം അടിച്ചിട്ടുള്ള പെർഫോമൻസ് ആണേ. അങ്ങനെ ഇങ്ങനെയൊന്നും കിച്ചണിൽ കയറാറില്ല. വല്ലപ്പോഴും ഒക്കെ ഒന്ന് ടച്ചപ്പിനൊക്കെ ആയിട്ട് ഞാൻ കയറാറുള്ളൂ. എനിക്ക് എപ്പോഴും കിച്ചണിലെ ഒരു സപ്പോർട്ടിങ് റോളാണ്. പിന്നെ അമ്മമാരുള്ളപ്പം നമുക്ക് മടിയാകാം എന്നാണല്ലോ. അതിവൻ അമ്മമ്മയായാലും അച്ഛമ്മയായാലും. അമ്മമ്മ അവിടെ നിന്ന് ഗ്രാൻഡായിട്ട് മുരിങ്ങയില അടത്തിക്കൊണ്ടിരിക്കുക. മോച്ച എന്നും രാവിലെ നടക്കാൻ പോയിട്ട് വരുമ്പോഴത്തേന് എന്നും മുരിങ്ങയില പറിച്ചുകൊണ്ട് വരും. എന്നാന്നറിയത്തില്ല, രണ്ടാളും ഭയങ്കര ഹെൽത്ത് ഓറിയന്റഡാ. ആ പോയ വഴി നമ്മളും സൈഡിൽ കൂടെ അങ്ങ് ഹെൽത്ത് നോക്കിയേക്കാന്ന് കരുതി. പക്ഷേ തോരൻ വെക്കുന്ന എനിക്ക് ഇഷ്ടമില്ല കേട്ടോ. പാരിപ്പിട്ട് അമ്മ ചാറ് വെച്ച് തരും. തേങ്ങ ഉണ്ടെങ്കിൽ അടിപൊളി, തേങ്ങ ഇല്ലെങ്കിൽ പിന്നെ അതും ബോറാണ് കേട്ടോ. തേങ്ങയ്ക്കൊക്കെ എന്താ വില അല്ലേ? ഹോ, നാട്ടിൽ ഇത്രയും വിലയാകുമ്പോൾ ഇവിടുത്തെ അവസ്ഥയെന്ന് ഓർത്ത് നോക്കിയേ. തേങ്ങ ഞങ്ങളിങ്ങനെ കണ്ടാണ് കറക്കി ചേർക്കുന്നത്. മോച്ച നാട്ടിൽ നിന്ന് വന്ന സമയത്ത് ഭയങ്കര ലാവിഷായിരുന്നു. പക്ഷെ ഇപ്പം അമ്മമ്മ പിടിക്കാൻ തുടങ്ങി. അപ്പം ഞാൻ കുറ്റം പറയാനും തുടങ്ങി. എന്താ അല്ലേ, അമ്മമ്മയായാലും അച്ഛമ്മയായാലും ഇവര് സ്കൂളിൽ പോകുമ്പോഴത്തേന് ഫുഡ് റെഡിയാക്കുന്ന പോലെ എനിക്കും ടിഫിൻ റെഡിയാക്കി വെച്ചേക്കും. ഞാനതെടുക്കുക, ഞാൻ ജോലിക്ക് പോവുക, മക്കളതെടുക്കുക, സ്കൂളിൽ പോവുക. അതാണ് ഇവിടുത്തെ പരിപാടി കേട്ടോ. പിന്നെ ഇന്ന് നോൺ വെജ് മേടിച്ചപ്പോൾ എനിക്ക് റോളുണ്ട്. ഒരു സപ്പോർട്ടിങ് ആക്ടറായി ഞാൻ നോൺ വെജ് ഉണ്ടാക്കുന്ന സമയത്ത് മാത്രമേ മെയിൻ റോൾ എടുക്കാറുള്ളേ. കിട്ടിയ അവസരമല്ലേ ഞാൻ അങ്ങ് യൂട്ടിലൈസ് ചെയ്യും. മടി എന്ന് പറഞ്ഞാലേ അവരുണ്ടല്ലോ, അതുകൊണ്ട് ഞാനും അങ്ങ് മടി പിടിച്ചിരിക്കും. ഇതേ കിച്ചൺ കാണുമ്പോൾ എല്ലാവരും ഓർക്കുമായിരിക്കും, ഇതേത് കിച്ചൺ, വീട് മാറിയോന്ന്. ഞാനൊരു ബ്ലോഗിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഷോർട്ട് സ്റ്റേക്ക് വേണ്ടി പോയതാണ്. അവിടുത്തെ കിച്ചണാണ് കേട്ടോ. നമ്മൾ ഉടനെ തന്നെ പുതിയ വീട്ടിലോട്ടുള്ള വീഡിയോസ് വരുവേ. പിന്നെയാണെങ്കിലേ ദേവമോൾക്ക് പരീക്ഷയാണ്. ഈ ആഫ്റ്റർനൂണും കഴിഞ്ഞ് വന്നിട്ട് പഠിപ്പിക്കാനൊന്നും സമയം കിട്ടത്തില്ലെന്നേ. അത് മാത്രമല്ല, ആഫ്റ്റർനൂൺ ചെയ്യുന്ന സമയത്ത് നല്ല തിരക്കുവാണെങ്കിൽ തിരിച്ചു വരുമ്പോൾ ഞാനൊരു ഡിസോറിയൻറ്റഡും ആയിരിക്കും. ഭയങ്കരമായിട്ട് എനിക്ക് ദേഷ്യവും വരും. കാരണം എന്താ, എനിക്ക് ക്ഷമയില്ല. ഞാൻ ഓൾറെഡി ടയേർഡായിരിക്കും. അപ്പം പിന്നെ വന്നു കഴിഞ്ഞ് കൊച്ചിനെ പഠിപ്പിക്കുക എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടും ഹൊറിബിളായിരിക്കും. അതെന്താന്ന് വെച്ചാലേ പിന്നെ അവിടെ വഴക്കാവും, കരച്ചിലാവും, അടിയാവും. എന്തിനാല്ലേ? അതുകൊണ്ട് ഞാൻ ആ റിസ്ക് അങ്ങ് എടുക്കാറില്ല. ഞാൻ മാക്സിമം കുറച്ചൊക്കെ ചെയ്യാൻ പറഞ്ഞു കൊടുത്തിട്ട് പോകും. പക്ഷെ ആള് ചെയ്യില്ല. ഞാനുണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ നടക്കത്തുള്ളൂ. കാരണം അമ്മമ്മയും അച്ഛമ്മയും പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്ക് അങ്ങോട്ട് കേൾക്കാറില്ല. പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് പറയണം, മോനി അത് പഠിച്ചോ എന്ന് ചോദിച്ചാൽ മാത്രമേ പഠിത്തുള്ളൂ. എന്നെ കാണുമ്പോഴേ ഉള്ളൂ ഈ പഠിത്തമൊക്കെ കേട്ടോ. അങ്ങനെ ഞാൻ പ്രോൺസ് എല്ലാം ക്ലീൻ ചെയ്തെടുത്തു. അതിൻ്റെ ഇടയ്ക്ക് ഉണ്ണിച്ചനും അമ്മമ്മയും മോച്ചയും കൂടെ ഫുഡ് കൊടുത്തു കേട്ടോ. ഇവിടുത്തെ വീട്ടിൽ ടി വി ഇല്ലാന്നേ, അതുകൊണ്ട് ടി വി കാണാത്തതുകൊണ്ട് ഉണ്ണിക്ക് ഗെയിം കളിക്കാൻ ഫോൺ കൊടുത്ത് അങ്ങനെ ഫുഡും ഒക്കെ കൊടുത്തിരിക്കുക. പിന്നെ നമ്മൾ ഈ പ്രോൺസ് ക്ലീൻ ചെയ്ത സമയത്ത് തലയുടെ ഭാഗം സെപ്പറേറ്റ് ആക്കി എടുത്തിട്ടാണേ. അതെ, ചേച്ചി പറഞ്ഞു തന്നാണ് കേട്ടോ, ഇങ്ങനെ തലയുടെ ഭാഗം സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് വറക്കാന്ന്. പക്ഷെ പണ്ടൊന്നും ഞാനിത് എടുക്കില്ലായിരുന്നു, അറിയില്ലായിരുന്നല്ലോ, കട്ട് ചെയ്തങ്ങ് കളയുമായിരുന്നു. ഇപ്പം തല സെപ്പറേറ്റ് ആയിട്ട് വറക്കും, ബാക്കി ഈ സെപ്പറേറ്റ് ആയിട്ട് വറക്കും. പിന്നെ ചേച്ചിക്ക് ഒരു യൂട്യൂബ് ചാനലുണ്ട് കേട്ടോ, ലെറ്റ്സ് ഡു വണ്ടേഴ്സും പറഞ്ഞു. കൂടുതലും കുക്കിംഗ് വീഡിയോസ് ആണ് കേട്ടോ. കുക്കിംഗ് വീഡിയോ കണ്ടവരുണ്ടെങ്കിൽ ചേച്ചിയുടെ വീഡിയോ കണ്ടു നോക്കേ. പിന്നെ അമ്മമ്മ ഇവിടെ തന്നെ എന്നത്തെയും പോലെ തന്നെ മുരിങ്ങയിലയും പരിപ്പും കൂടെ ചാറ് വെക്കാൻ തുടങ്ങി. ദൈവമോൾ എൻ്റെ സൈഡിൽ നിന്ന് അങ്ങ് പഠിക്കുന്നുണ്ട് കേട്ടോ. ഫ്രൈഡേ സാറ്റർഡേ ആണെങ്കിൽ രാവിലെ പടേന്ന് അങ്ങ് സമയം പോകും. അതേസമയം പിള്ളേർ സ്കൂളിൽ പോകുന്നിടം വരെ ഓട്ടപ്പെടുത്തായിരിക്കും. അത് കഴിഞ്ഞിട്ടോ പിന്നെ ഭയങ്കര ഒരു മുഖമായ അവസ്ഥയാണ്. പിന്നെ എൻ്റെ ആഫ്റ്റർനൂൺ പോകുന്ന സമയം വരെ ഭയങ്കര പാടാ. ഒന്നെങ്കിൽ യോഗയുണ്ട്, യോഗയ്ക്ക് കയറും. അങ്ങനെയാണ് സമയം തള്ളിവിടുന്നത്. അല്ലെങ്കിൽ യൂട്യൂബിലോ ഇൻസ്റ്റാഗ്രാമിലോ റീൽസ് കണ്ട് അങ്ങ് സമയം കളയും. അപ്പം കിച്ചണിൽ കയറാൻ മേലെ എന്ന് ചിലർ ചിന്തിക്കുമായിരിക്കും അല്ലേ. പക്ഷെ കിച്ചണിൽ കയറാൻ അവിടെ പണിയൊന്നുമില്ല. ദേവ് പോകുമ്പോൾ തന്നെ മാക്സിമം ഇവിടുത്തെ പണി തീരും. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയ സാമ്പാറാണെങ്കിൽ പിന്നെ രക്ഷപ്പെട്ടു. ഉച്ചയ്ക്കൊരു മീൻ വറുത്താൽ മതി. അമ്മമ്മ അങ്ങനെ പരിപ്പ് മുരിങ്ങയിലും കൂടി ചാറ് വെച്ച് എന്താ ടേസ്റ്റ് അല്ലേ. അത് തേങ്ങ ഏറെ ഇട്ടിട്ടുള്ളതാണെങ്കിൽ പൊളിയാണ് കേട്ടോ. പിന്നെ ഞാൻ ഓർത്ത് അന്ന് പ്രോൺസ് അങ്ങ് വറുത്തേക്കാന്ന്. ഉണ്ണിക്കുട്ടനും ദേവക്കുട്ടനും പ്രോൺസ് ഉള്ള ദിവസത്തെ അടി എന്നാന്നറിയത്തില്ല. രണ്ടാളും കട്ടക്കടിയാ. പ്രോൺസ് ഇവിടെ വറുത്ത് കഴിഞ്ഞ് എണ്ണിയാണ് രണ്ടാളും എടുക്കുന്നത്. ദേവചേച്ചിക്ക് കൂടുതൽ കൊടുത്തോ അമ്മ ഉണ്ണിച്ചിന് കൂടുതൽ കൊടുത്തോ? അങ്ങനെയുള്ള കണക്കുകളൊക്കെയാണ് ഇവിടെ ഓടുന്നത് പ്രോൺസിന്റെ ദിവസം. പ്രോൺസും ക്രാബും ആണെങ്കിൽ ടി വിയും വേണ്ട, ഫോണും വേണ്ട, ഒന്നും വേണ്ട. അല്ലെങ്കിലും ഫോൺ അവരങ്ങനെ യൂസ് ചെയ്യാറില്ല കേട്ടോ. ഇവിടെ വന്നപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ടി വി ഇല്ലാന്ന്, അതുകൊണ്ടാണ്. ദേവ് പഠിക്കുന്നതിൻ്റെ ആള് തന്നെ ബുക്കൊക്കെ എടുത്ത് അങ്ങ് എഴുതാൻ തുടങ്ങി. പിന്നെ ആണെങ്കിലുണ്ടല്ലോ, പിന്നെ ഉണ്ടല്ലോ, അച്ഛമ്മ ഉണ്ടായിരുന്ന സമയത്ത് നമുക്ക് ഒരുപാട് മാങ്ങ കിട്ടുമായിരുന്നു. അച്ഛമ്മയുടെ ഫ്രണ്ട്സും കൂടെ പണ്ട് മാങ്ങ പറിക്കാൻ പോയ കഥ ഞാൻ പറഞ്ഞിട്ടില്ലേ. അങ്ങനെ ഇവര് മാങ്ങ ഉപ്പും മുളകും ഇട്ട് കഴിച്ച് ഉണ്ണിച്ചിന് കടയിൽ കയറി കഴിയുമ്പോൾ മാങ്ങ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അമ്മയെ നമുക്ക് മാങ്ങ മേടിക്കാമേ എന്നുള്ള ഡയലോഗാണ് ഉണ്ണിച്ചിന്. പിന്നെ പൊന്നിന്റെ വില ആയതുകൊണ്ട് ഞാൻ അധികം അങ്ങോട്ട് മേടിച്ചില്ല, രണ്ടെണ്ണേ മേടിച്ചുള്ളൂ. അപ്പൊ അത് മുളക് ഉപ്പിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന രണ്ടാളും.
ഞാൻ പറഞ്ഞിട്ടാണ് ഞാൻ മേടിക്കുന്നത്. അമ്മ ഇതൊന്ന് ചെയ്താൽ സൂപ്പറാ. സ്പെഷ്യലാണ് ഇത്. പ്രോൺസ് കൊണ്ട് അടിക്കും. രണ്ടാളും കലിപ്പ് തീർത്ത് ഛാനം പിന്നെ അടിച്ചു. പിന്നെ ഞാനും ഓർത്തു വിട്ടുകൊടുത്തില്ല, ഞാനും അങ്ങോട്ട് അടിച്ച് താക്കർത്ത്. ഇപ്പം എനിക്ക് ഓർമ്മ വരുന്നത് എന്നാണെന്നറിയോ, എൻ്റെ കുഞ്ഞിലത്തെയാണ് ഞങ്ങൾ കളിക്കാൻ പോകുമ്പോഴത്തേന് മാങ്ങ കിട്ടിക്കഴിഞ്ഞാൽ അമ്മ കാണാതെ ഓരോരുത്തരും അവരവരുടെ വീട്ടിൽ പോയിട്ട് ഞാനിപ്പോൾ എണ്ണ എടുക്കാനായിട്ടെങ്കിൽ മറ്റേ ആൾ കുഞ്ഞുള്ളി എടുക്കാൻ നിൽക്കും, അങ്ങനെ പിന്നെ മുളക് പൊടി എടുക്കും, അങ്ങനെ ഉപ്പ് എടുക്കും. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ വന്ന് മാങ്ങ അരിഞ്ഞിട്ടിട്ട് മറ്റേ വട്ടയിലേക്കകത്ത് ഇതെല്ലാം അരിഞ്ഞ് കുഞ്ഞുള്ളി അരിഞ്ഞ് എണ്ണ ഒഴിച്ച് ഉപ്പ് ഒഴിച്ചിട്ട് ഇങ്ങനെ അടച്ച് വെച്ചിട്ട് റബ്ബറിൻ്റെ മേളിൽ വെക്കും. റബ്ബർ മരമില്ലേ, അതിൻ്റെ മേളിൽ കൊണ്ട് വെക്കും. കുറച്ച് കഴിയുമ്പോഴത്തേന് എടുത്തങ്ങോട്ട് കഴിക്കും. എൻ്റെ പൊന്ന് സാറേ, എന്നെ പൊളിയല്ലേ. അതൊക്കെ ഒരു കാലം. അതൊക്കെ ഇനി തിരിച്ചു കിട്ടും അല്ലേ. എന്താ അല്ലേ. പിന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഇങ്ങനെയല്ലേ പറ്റും. ഞാനും അവർക്ക് കിട്ടിയ അവസരം നമുക്ക് യൂട്ടിലൈസ് ചെയ്യാമല്ലോ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ മാങ്ങ കഴിച്ചു. ഒരു മാങ്ങ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ, ഒരു ചെറിയ മാങ്ങ. ഉണ്ണിച്ചൻ പറഞ്ഞു നമുക്ക് മറ്റേ മാങ്ങയും കൂടെ എടുക്കാമെന്ന്. ഞാൻ പറഞ്ഞു ഉണ്ണിച്ചൻ നമുക്ക് വേറൊരു ദിവസം എടുക്കാം, നമുക്കിപ്പോൾ ചോറുണ്ടാകുന്നു. പ്രോൺസ് ഇതേ വറുത്തെടുത്തപ്പോഴത്തേന് രണ്ടാളും ഓടി വരാൻ തുടങ്ങി. രണ്ടാളും തമ്മിലുള്ള അടി ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ചോറ് കൊടുത്തേക്കാന്ന് ഞാൻ ഓർത്ത്. അല്ലേ പിന്നെ അമ്മ ഉണ്ണി അത്ര എടുത്തില്ലേ, എനിക്കത് തന്നില്ലല്ലോ, പിന്നെ ഇതെല്ലാം കേൾക്കണ്ടേ, നമ്മൾ തന്നെ വേണ്ട ഇതെല്ലാം കേൾക്കാൻ. അതോർത്തിട്ട് ഞാനോർത്ത് വെറുതെ എന്തിനാ ഒരു യുദ്ധം ഉണ്ടാക്കുന്നതെന്ന് കരുതി അപ്പം തന്നെ ചോറെല്ലാം എടുത്ത് രണ്ടാൾക്കും കൂടെ അങ്ങോട്ട് ചോറ് കൊടുക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞ പോലെ തന്നെ ചോറിന് പ്രോൺസോ ക്രാബോ ആണെങ്കിൽ പിന്നെ TV വേണ്ട, ഫോണ് വേണ്ട, പിന്നെ ഹാളിൽ പോവേണ്ട, ഒന്നും വേണ്ട. എവിടെയാണോ അവിടെ നിന്ന് ചോറിന് അവർ റെഡിയാണ്. രണ്ടാൾക്കും വലിയ ഇഷ്ടമാണ് കേട്ടോ. പിന്നെ അവർ കഴിച്ചതിന് ശേഷം ഞങ്ങളും കഴിച്ചു. അങ്ങനെ ഞങ്ങൾ കഴിച്ചതെന്ന് വെച്ചാൽ പ്രോൺസിൻ്റെ തലയാണ് കേട്ടോ. അമ്മമ്മ ഊട്ടത്തില്ല. അപ്പം അമ്മമ്മയ്ക്ക് കുറച്ച് പേടി പോലാ. അച്ഛൻ ഒന്ന് ജസ്റ്റ് ടേസ്റ്റ് നോക്കി. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞാൻ ആഫ്റ്റർനൂൺ ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടി ഇറങ്ങി. എൻ്റെ ബോഡി ഗാർഡും കൂടെ ഉണ്ട് കേട്ടോ. ഇവിടുന്ന് കുറച്ചും കൂടെ ദൂരമുണ്ട് കേട്ടോ ഹോസ്പിറ്റലിലോട്ട്. അപ്പം അത്രേ ഉള്ളൂ. ഓക്കെ, ബൈ, ടേക്ക് കെയർ, താങ്ക് യു ഓൾ. സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്.